കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ ഒരു ഏരിയ ഏതാണെന്നൊക്കെ കാര്യങ്ങളൊക്കെ. ഷെയർ ലൊക്കേഷൻ കാണാൻ സാധിക്കും. ആ ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ മൊബൈൽ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരും. ആ മെസ്സേജ് വന്ന് അതിലൊന്ന് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രിയപ്പെട്ട ആൾ എവിടെ പോയാലും അത് നിങ്ങളുടെ മൊബൈൽ ഫോൺ കാണിക്കേണ്ട, അവർ എവിടെ എത്തി ആ കാര്യങ്ങളൊക്കെ അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. അതിനായിട്ട് അവരുടെ മൊബൈൽ ഫോൺ എടുത്തതിന് ശേഷം മാപ്പ് ആപ്ലിക്കേഷൻ കാണാൻ സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ആക്കുക. ഓപ്പൺ ആക്കിയതിന് ശേഷം മുകൾ വശത്ത് പ്രൊഫൈൽ ബട്ടൺ കാണാൻ സാധിക്കും. ഓക്കെ, ഈ പ്രൊഫൈൽ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം കുറച്ച് സെറ്റിങ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇവിടെ കാണാൻ സാധിക്കും. അദ്ദേഹത്തിന് ജിമെയിലൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് ലൊക്കേഷൻ ഷെയറിങ് എടുക്കുക. ലൊക്കേഷൻ ഷെയറിങ് എടുത്തതിന് ശേഷം ഇവിടെ ഷെയർ ലൊക്കേഷൻ കാണാൻ സാധിക്കും. ആ ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് കുറച്ച് ഈ ഒരു വശത്ത് ഇവിടെ മോർ കാണാൻ സാധിക്കും. 3 ഡോട്ടിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോൺ നമ്പർ ഇവിടെ അടിച്ചു കൊടുക്കുക. ഓക്കെ, ഈ ഒരു മൊബൈൽ ഫോണിൽ നിങ്ങളെ മൊബൈൽ ഫോണിൻ്റെ ജിമെയിൽ അല്ലെങ്കിൽ മൊബൈൽ ഫോണിൻ്റെ നമ്പർ അടിച്ചതിന് ശേഷം ഇതുപോലെ പ്രൊഫൈൽ വരും. അതിലൊന്ന് ടിക്ക് മാർക്ക് കൊടുക്കുക, സെൻഡ് കൊടുക്കുക. അങ്ങനെ സെൻഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഫോൺ ഓപ്പൺ ആക്കുമ്പോൾ തന്നെ അതായത് ഇവിടെ ഓണാക്കി കൊടുക്കുകയാണ്. ജസ്റ്റ് ഒക്കെ സംഗതിയൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരും. ആ മെസ്സേജ് വന്ന് അതിലൊന്ന് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ഒരു മാപ്പ് ആപ്ലിക്കേഷൻ എങ്ങനെയാണോ ഉപയോഗിക്കുന്നത് അതുപോലെ നമുക്ക് കാണാൻ സാധിക്കും അവരുടെ ലൊക്കേഷൻ, അവരുടെ എങ്ങനെ പോയി കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ ചെറിയൊരു എനിക്ക് ഇങ്ങനെ കാണിച്ചു തരാൻ പറ്റില്ല, അതുകൊണ്ട് തന്നെ ഇവിടെ കാണാൻ സാധിക്കും ചില സ്ഥലങ്ങളിൽ നമുക്ക് ഇത്തരത്തിലുള്ളൊരു പിക്ചർ കാണാൻ സാധിക്കും. ആ പിക്ചറിൽ ക്ലിക്ക് ചെയ്താൽ കൃത്യമായിട്ടുള്ള ഒരു പിക്ചർ നമുക്ക് ലഭിക്കും. അവർ എവിടെയാണുള്ളത് അത് എല്ലാ സ്ഥലത്തും അത് ലഭിക്കണമില്ല. ചില അറിയപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ലഭിക്കുകയും ചെയ്യും. കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ ഒരു ഏരിയ ഏതാണെന്നൊക്കെ കാര്യങ്ങളൊക്കെ. അപ്പോൾ നാളെ രാത്രി 8:30 കാണാം.